ഇനി നമുക്ക് നോക്കേണ്ടത് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് വ്യൂ ആണ്, ഒരു ഡിഫറൻസ് വെരിഫിക്കേഷൻ ആണ്. നമുക്ക് ആ ചാർട്ട് നോക്കാം. ആദ്യമായിട്ട് നേച്ചറാണ്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, മീൻസ് നോട്ട് കമ്പൽസറി. സെക്കൻഡ് വൺ ഫ്രീഡം ഓഫ് ആക്ഷൻ ആണ്. ഡെലിഗേഷനിൽ ഇവിടെ മോർ കൺട്രോൾ ബൈ ദ സുപ്പീരിയർ ആണ്. സുപ്പീരിയർക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടാവും. കാരണം സുപ്പീരിയർ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എന്താണോ അല്ലെങ്കിൽ എന്ത് വർക്കാണോ സുപ്പീരിയർ കൈമാറുന്നത് അത് മാത്രം സബോർഡിനേറ്റ് ചെയ്താൽ മതിയാവും. ദാറ്റ് മീൻസ് അവിടെ സുപ്പീരിയർക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടാവും. എന്നാൽ ഡീസെൻട്രലൈസേഷനിൽ ലെസ് കൺട്രോൾ ബൈ സുപ്പീരിയേഴ്സ് ആണ്. സുപ്പീരിയേഴ്സിൻ്റെ കൺട്രോൾ കുറവായിരിക്കും. ഇനി നോക്കേണ്ടത് എൻ്റെ സ്കോപ്പാണ്. സ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഡെലിഗേഷൻ്റെ സ്കോപ്പ് നാരോ ആണ്. കാര്യം ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഡീസെൻട്രലൈസേഷനിൽ അത് വൈഡാണ്. കാരണം ഇവിടെ അതൊരു ഓർഗനൈസേഷൻ മുഴുവനായി നടക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കോപ്പ് വൈഡായിരിക്കും. ആൻഡ് ഫോർത്ത് വൺ പർപ്പസ് ആണ്. എന്താണ് ഡെലിഗേഷൻ്റെ പർപ്പസ്? ടു റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ദ മാനേജർ ഓർ സുപ്പീരിയർ. നമ്മുടെ മാനേജറുടെ അല്ലെങ്കിൽ സുപ്പീരിയറിൻ്റെയോ ബർഡൻ, അവരുടെ അധികമായ ബാധ്യത കുറയ്ക്കുക, അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നാൽ ഡീസെൻട്രലൈസേഷൻ അങ്ങനെയല്ല. ടു ഇൻക്രീസ് ദ റോൾ ഓഫ് ദ സബോർഡിനേറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അവർക്ക് കൂടുതൽ അവിടെയുള്ള നമ്മുടെ എംപ്ലോയീസിന് അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സിന് കൂടുതൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ റോള് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെയാണ് ഡീസെൻട്രലൈസേഷൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്.